നമസ്കാരം. കൈരളി ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. കെ.ടി. ജലീലിനെതിരായ ബന്ധു നിയമന കേസിൽ പരാതിക്കാരനായ യൂത്ത് ലീഗ് നേതാവ് പി.കെ. ഫിറോസിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല കോടതിയെന്നും കോടതിയെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ജഡ്ജി പറഞ്ഞു. രേഖകളില്ലാതെയാണോ ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നതെന്നും ജഡ്ജി ചോദിച്ചു. കോടതി നിർദ്ദേശിച്ച സത്യവാങ്മൂലം സമർപ്പിക്കാത്തതിനാണ് കോടതിയുടെ രൂക്ഷ വിമർശനം ഉണ്ടായത്. മന്ത്രി കെ.ടി. ജലീലിനെതിരായ പരാതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കാൻ മുൻപ് കോടതി പി.കെ. ഫിറോസിനോട് നിർദ്ദേശിച്ചിരുന്നു. 6 കാര്യങ്ങൾ വിശദീകരിക്കണമെന്നായിരുന്നു നിർദ്ദേശം. നിയമനത്തെ മറ്റാരെങ്കിലും ചോദ്യം ചെയ്തിട്ടുണ്ടോ? നിയമനം ലഭിച്ചയാൾക്ക് നിയമപരമല്ലാത്ത ആനുകൂല്യങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? അഴിമതി തടയൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കാനുള്ള കുറ്റങ്ങൾ മന്ത്രി ചെയ്തിട്ടുണ്ടോ? എന്നീ കാര്യങ്ങളായിരുന്നു ഹർജിക്കാരൻ വിശദീകരിക്കേണ്ടത്. ഏപ്രിൽ 3-നായിരുന്നു ഇത് സംബന്ധിച്ച നിർദ്ദേശം കോടതി പി.കെ. ഫിറോസിന് നൽകിയത്. പിന്നീട് പലതവണ കേസ് കോടതി പരിഗണിച്ചപ്പോഴും ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ഫിറോസ് തയ്യാറായില്ല. ഇന്ന് വീണ്ടും കേസ് കോടതിയിലെത്തിയപ്പോൾ പി.കെ. ഫിറോസ് സമയം വീണ്ടും നീട്ടി ചോദിക്കുകയായിരുന്നു. ഇതാണ് കോടതിയെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയം കളിക്കാനുള്ള വേദിയല്ല കോടതിയെന്ന് ജഡ്ജി ഓർമ്മിപ്പിച്ചു. രേഖകളില്ലാതെയാണോ കോടതിയിലെത്തിയതെന്ന് കോടതി ചോദിച്ചു. കോടതിയെ ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും കോടതി പറഞ്ഞു. കേസ് ഒരാഴ്ചയ്ക്ക് ശേഷം പരിഗണിക്കുന്നതിനായി മാറ്റി. കൈരളി ന്യൂസ്, കൊച്ചി. കേരള കോൺഗ്രസ് ഏകപക്ഷീയമായി ചെയർമാനെ തെരഞ്ഞെടുത്തതിലുള്ള അതൃപ്തി യു.ഡി.എഫിനെ അറിയിച്ച് പി.ജെ. ജോസഫ്. കോൺഗ്രസ് ലീഗ് നേതാക്കളുമായും ജോസഫ് കൂടിക്കാഴ്ച നടത്തി. എന്നാൽ നിയമപരമായി പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ പ്രകോപനം അരുതെന്ന് യു.ഡി.എഫ് പി.ജെ. ജോസഫിനോട് ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിലെ തർക്കങ്ങൾ യു.ഡി.എഫിനെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിലാണ് യു.ഡി.എഫ് നേതാക്കൾ പി.ജെ. ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ യു.ഡി.എഫിന് അർപ്പിച്ച വിശ്വാസത്തിന്റെ ഫലമാണ് 19 സീറ്റുകൾ. ഈ വിശ്വാസം തകർക്കുന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന നിർദ്ദേശമാണ് നേതാക്കൾ പി.ജെ. ജോസഫിന് മുന്നിൽ വെച്ചത്. വരാനിരിക്കുന്ന പാലാ ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ഇവയെ ബാധിക്കുന്ന ഒരു നടപടിയും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ലെന്ന ഉറപ്പും പി.ജെ. ജോസഫ് നേതാക്കൾക്ക് നൽകി. സമാന്തര യോഗം വിളിച്ച് ജോസ് കെ മാണിയെ ചെയർമാനായി തെരഞ്ഞെടുത്ത നടപടിയിലുള്ള അതൃപ്തിയും ജോസഫ് നേതാക്കളെ അറിയിച്ചു. നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിന്റെ മുറിയിലാണ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എം.കെ. മുനീറും അടങ്ങുന്ന സംഘം ജോസഫുമായി കൂടിക്കാഴ്ച നടത്തിയത്. റോഷി അഗസ്റ്റിൻ, ജയരാജ് എന്നിവരെയും യു.ഡി.എഫ് നേതാക്കൾ കാണും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ചെയർമാൻ പദവി സ്റ്റേ ചെയ്ത തൊടുപുഴ മുൻസിഫ് കോടതി നടപടിക്കെതിരെ ജോസ് കെ മാണി വിഭാഗം കോടതിയെ സമീപിച്ചേക്കും. തർക്കമുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന നിലപാടിലാണ് ജോസ് കെ മാണി പക്ഷം. അതേസമയം ജോസ് കെ മാണി കേരള കോൺഗ്രസ് ചെയർമാനായി പ്രവർത്തിക്കുന്നതിന് വിലക്കേർപ്പെടുത്തിയ തൊടുപുഴ മുൻസിഫ് കോടതി നൽകിയ സ്റ്റേ പകർപ്പ് ജോസഫ് വിഭാഗം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറും. ജോസ് കെ മാണി കേരള കോൺഗ്രസ് ചെയർമാനായി പ്രവർത്തിക്കുന്നതിന് കഴിഞ്ഞ ദിവസമാണ് തൊടുപുഴ മുൻസിഫ് കോടതി സ്റ്റേ അനുവദിച്ചത്. ചെയർമാനെ തെരഞ്ഞെടുത്തതിൽ പരാതിയുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയാണ് വേണ്ടതെന്ന നിലപാടിലാണ് ജോസ് കെ മാണി പക്ഷം. കോടതി സ്റ്റേ ജോസ് കെ മാണി വിഭാഗത്തിന് കനത്ത തിരിച്ചടിയുണ്ടാക്കിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്റ്റേ ഒഴിവാക്കി കിട്ടുന്നതിന് കോടതിയെ സമീപിക്കാനാണ് ജോസ് കെ മാണി പക്ഷം തയ്യാറെടുക്കുന്നത്. തീർച്ചയാണല്ലോ. അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അതിനുള്ള പരാതികൾ സാധാരണ രീതിയിൽ അത് ആദ്യഘട്ടത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. തർക്കം ജോസഫ് വിഭാഗം കോടതിയിലെത്തിച്ചതിനാൽ ഇനിയൊരു അനുരഞ്ജന ശ്രമം വേണ്ടതില്ലെന്നാണ് ജോസ് കെ മാണി പക്ഷത്തിന്റെ നിലപാട്. അതേസമയം നിയമസഭയിൽ പരസ്പരം പോരടിക്കേണ്ടതില്ല എന്ന നിലപാടിലുമാണ് ഇരുവിഭാഗവും. CF തോമസിനെ ചെയർമാനാക്കി മുന്നോട്ടു പോകാനാണ് ജോസഫ് പക്ഷം ലക്ഷ്യമിടുന്നത്. CF തോമസ്, ജോയി എബ്രഹാം തുടങ്ങിയ നേതാക്കൾ ജോസഫിനൊപ്പം എത്തിയതും ജോസ് കെ മാണിക്ക് തിരിച്ചടിയായിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. പോലീസിന് മജിസ്റ്റീരിയൽ അധികാരങ്ങൾ നൽകി ഉത്തരവിറക്കിയിട്ടില്ലെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. കഴിഞ്ഞ UDF സർക്കാർ എടുത്ത തീരുമാനം പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൂടുതൽ ചർച്ചകൾക്കും പഠനത്തിനും ശേഷമേ ഇത് സംബന്ധിച്ച് തീരുമാനം എടുക്കൂ എന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. പോലീസ് സേനയിലെ കമ്മീഷണറേറ്റുകളുടെ രൂപീകരണവും മജിസ്റ്റീരിയൽ അധികാരം നൽകുന്നത് സംബന്ധിച്ചും സർക്കാരിന് വ്യക്തമായ നിലപാടില്ലെന്ന് കാട്ടി പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ഉത്തരവും ഇറക്കിയിട്ടില്ല. 28/11/2012 ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ അന്നത്തെ UDF സർക്കാരാണ് ഈ തീരുമാനമെടുത്തത്. എന്നാൽ നിലവിലെ സർക്കാർ അക്കാര്യം പരിശോധിക്കുക മാത്രമാണ് ചെയ്തതെന്നും കൃത്യമായ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ പോലീസിന് മജിസ്റ്റീരിയൽ അധികാരം നൽകുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്നും മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. കളക്ടർമാർക്കുള്ള അധികാരം നിലനിർത്തിക്കൊണ്ട് മാത്രമേ പോലീസിന് മജിസ്റ്റീരിയൽ അധികാരം നൽകുന്നത് പരിഗണിക്കൂവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇവിടെ ഏതോ സെക്രട്ടറിയൊക്കെ ഇല്ലാത്ത ഘട്ടത്തിലാണ് ഇത്തരമൊരു തീരുമാനം എടുത്തതെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കാനിരിക്കുന്നതേ ഉള്ളൂ. അത് എടുക്കുന്നത് വലിയ തോതിലുള്ള
വലിയ അഭിപ്രായങ്ങൾ ഇത് സംബന്ധിച്ച് ഉയർന്നു വന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് സമവായ ചർച്ച നടത്തി മാത്രമേ തീരുമാനത്തിലേക്ക് കടക്കൂ. അത് ഞാൻ നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് 50 നഗരങ്ങളിൽ കമ്മീഷണറേറ്റുകൾ നിലവിലുണ്ടെന്നും ഇതിൽ പലതും കോൺഗ്രസ് ഇന്ത്യ ഭരിച്ചിരുന്നപ്പോൾ എടുത്ത തീരുമാനമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നഗരവൽക്കരണം കൂടുതലായി വരുമ്പോഴുണ്ടാകുന്ന അക്രമം പോലീസിന് നൽകുന്ന അധികാരം വഴി അടിച്ചമർത്താനാകുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. അതേസമയം കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഈ തീരുമാനമുണ്ടായതെന്നും അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടായ ജനാധിപത്യബോധമാണ് ഉത്തരവിറക്കാത്തതിന് കാരണമായതെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്റെ പ്രസംഗത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഇത് UDF ഗവൺമെന്റ് കാലത്ത് കൊണ്ടുവന്ന മന്ത്രിസഭാ തീരുമാനമാണെന്ന് പറഞ്ഞു. സാർ, അത് ശരിയാണ്. അന്ന് കൊണ്ടുവന്ന പോലീസ് ആക്ടിലെ നിയമങ്ങളുടെ നിലനിൽക്കുന്ന നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് UDF ഗവൺമെന്റ് ഇത് അന്ന് ഗവൺമെന്റ് ക്യാബിനറ്റിൽ വെച്ച് തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ വിശദമായ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. നിയമസഭയിൽ നിന്നും റിനു ശ്രീധർ, കൈരളി ന്യൂസ്. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ അടിമുടി കുഴപ്പമെന്ന് മന്ത്രി ജി സുധാകരൻ. പാലം പൊളിക്കുന്നത് വിദഗ്ധാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാകുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കിയത് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച ശേഷമാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥും സഭയെ അറിയിച്ചു. പാലാരിവട്ടം മേൽപ്പാല നിർമ്മാണത്തിൽ അടിമുടി കുഴപ്പമാണ്. ആവശ്യമായ തുക പോലും കമ്പനി കോട്ട് ചെയ്തിട്ടില്ല. ഇതുൾപ്പെടെ എല്ലാം അന്വേഷിക്കുമെന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ജി സുധാകരൻ സഭയിൽ വ്യക്തമാക്കി. അത് അടിമുടി പൊളിച്ചു പണിയണോ അതോ കുഴപ്പമായ ഭാഗം റിമൂവ് ചെയ്താൽ മതിയോ? ഈ കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനമെടുക്കാൻ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായം പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇന്ത്യ മുഴുവൻ അംഗീകാരമുള്ള ശ്രീധരനുമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ശ്രീധരൻ അവിടെ പരിശോധിച്ചിട്ടുണ്ട്. 1.5 മണിക്കൂർ അദ്ദേഹം പാലം പരിശോധിച്ചു. ഇതെല്ലാം റിപ്പോർട്ട് താമസിയാതെ വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ എക്സ്പെർട്ട് അതനുസരിച്ച് തന്നെ ചെയ്യും. പാലാരിവട്ടം പാലം നിർമ്മിച്ച കമ്പനി ആകെ കുഴപ്പക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കൊല്ലം ബൈപ്പാസ് നിർമ്മിച്ചതും അതേ കമ്പനിയാണ്. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ പാലാരിവട്ടം പാലം സഞ്ചാരിയോഗ്യമാക്കുമെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് എല്ലാ നിയമവശവും പരിശോധിച്ച ശേഷമാണ് നടപ്പാക്കുന്നത്. ഹയർ സെക്കൻഡറിയിലെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്നും വിദ്യാഭ്യാസ മന്ത്രി സി രവീന്ദ്രനാഥ് സഭയെ അറിയിച്ചു. അധ്യാപകരുടെയും ജീവനക്കാരുടെയും സംഘടനകളുമായി 2 തവണ ചർച്ച ചെയ്തു സാർ. ആദ്യത്തെ ചർച്ചയിൽ അധ്യാപകരും ജീവനക്കാരും ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു. ആ നിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ചില മാറ്റങ്ങൾ വരുത്തി വീണ്ടും അവരുടെ ചർച്ച. മാത്രം പോരാ, ഈ സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് മാനേജർമാരാണ്. മാനേജർമാരുടെ യോഗം വിളിച്ചു. കേരളത്തിൽ മാനേജർമാർ മുഴുവനുള്ള യോഗത്തിൽ സർക്കാർ വെച്ച് അഭിപ്രായം എല്ലാ മാനേജർമാരും ഒരുപോലെ അംഗീകരിച്ചു. ഐകകണ്ഠ്യേന അംഗീകരിച്ചിട്ടാണ് മാനേജർമാർ യോഗം പാസാക്കിയത്. ഖാദർ കമ്മീഷൻ റിപ്പോർട്ടിൽ മന്ത്രി മറുപടി പറയുമ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയം ചർച്ച ചെയ്യുന്നതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധിച്ചു. എന്നാൽ കോടതിയുടേത് അന്തിമ തീരുമാനമല്ലെന്നും സർക്കാരിന്റെ ഭാഗം പറയാമെന്നും സ്പീക്കർ അറിയിച്ചതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിച്ചത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. മലപ്പുറം ജില്ലാ വിഭജനവുമായി ബന്ധപ്പെട്ട ശ്രദ്ധ ക്ഷണിക്കലിൽ നിന്ന് മുസ്ലിം ലീഗ് MLA KN ഖാദർ പിന്മാറി. ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്മാറ്റം. പുതിയ ജില്ലകളുടെ കാര്യത്തിൽ UDF നയപരമായ തീരുമാനമെടുത്ത ശേഷം തുടർ നടപടികൾ മതിയെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. മലപ്പുറം ജില്ലയെ 2ആയി വിഭജിക്കണമെന്ന ആവശ്യം മുസ്ലിം ലീഗ് കാലങ്ങളായി മുന്നോട്ട് വയ്ക്കുന്നതാണ്. തിരൂർ കേന്ദ്രമാക്കി മറ്റൊരു ജില്ല രൂപീകരിക്കണമെന്നും മലപ്പുറം ജില്ല നിലവിൽ നേരിടുന്ന വികസന പ്രശ്നത്തിന് ഇതുകൊണ്ടേ പരിഹാരമാകൂ എന്നതുമായിരുന്നു ലീഗിന്റെ വാദങ്ങൾ. ഈ വിഷയമാണ് മുസ്ലിം ലീഗിന്റെ MLA KN ഖാദർ നിയമസഭയിൽ ശ്രദ്ധ ക്ഷണിക്കലായി കൊണ്ടുവന്നത്. മലപ്പുറം ജില്ലയെ വിഭജിച്ച് പുതിയ ജില്ല രൂപീകരിക്കുന്നതിലെ ആവശ്യകതയിലേക്ക് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധ ക്ഷണിക്കാനാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ശ്രദ്ധ ക്ഷണിക്കലിനായി സ്പീക്കർ ക്ഷണിച്ചപ്പോൾ KN ഖാദർ സഭയിൽ ഹാജരായിരുന്നില്ല. തുടർന്ന് മറ്റ് നടപടികളിലേക്ക് സ്പീക്കർ കടന്നു. ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് KN ഖാദർ പിന്മാറിയതെന്നാണ് വിവരം. പുതിയ ജില്ലകളുടെ കാര്യത്തിൽ UDF നയപരമായ തീരുമാനം എടുക്കാത്ത പശ്ചാത്തലത്തിൽ വിഷയം സഭയിൽ ഉന്നയിക്കുന്നത് ശരിയല്ലെന്നാണ് ലീഗ് നേതൃത്വം KN ഖാദറിനെ അറിയിച്ചത്. മുന്നണി തീരുമാനം വന്ന ശേഷം തുടർ നടപടികൾ മതിയെന്ന പാർട്ടി നിർദ്ദേശം അംഗീകരിച്ചാണ് KN ഖാദർ ശ്രദ്ധ ക്ഷണിക്കലിൽ നിന്നും പിന്മാറിയതും. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഏകീകൃത തണ്ടപ്പേര് അടിച്ചേൽപ്പിക്കില്ലെന്ന് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ. തീരുമാനം വ്യക്തികൾക്കും സംസ്ഥാനത്തിനും ഗുണകരമാകുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാതരം ക്ലിയറൻസും ലഭിച്ചാൽ മാത്രമേ സംസ്ഥാനത്ത് ക്വാറികൾക്ക് അനുമതി നൽകൂ എന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. യൂണിക് തണ്ടപ്പേർ നിലവിൽ വരുന്നതോടുകൂടി
ഒരാളിന് ഈ സംസ്ഥാനത്തുള്ള ആകെ ഭൂമി എവിടെയൊക്കെയാണ് എത്രയാണ് എന്നത് സംബന്ധിച്ച് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയത്തക്ക വിധത്തിലുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് കൂടിയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് വ്യക്തികൾക്കും സംസ്ഥാനത്തിനും ഗുണകരമായ കാര്യമാണ് എന്ന രീതിയിൽ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇപ്പോൾ ഏതെങ്കിലും നിർബന്ധമായി അടിച്ചേൽപ്പിക്കാനുള്ള സംവിധാനമായിട്ടൊന്നും ആരും ആലോചിക്കുകയല്ല. ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള എല്ലാ തരത്തിലുള്ള എൻവയറമെൻ്റ് ക്ലിയറൻസ് ഉൾപ്പെടെ സർവ്വതും ലഭിച്ചാൽ മാത്രം നടപ്പാക്കുന്നതാണ്. ഇതെല്ലാം അതിനെ എല്ലാറ്റിനെയും പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയൂ. പക്ഷേ നിലവിൽ വളരെ ശക്തമായ രീതിയിലുള്ള പരിശോധനകൾക്ക് വിധേയമാക്കിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. തനിക്കെതിരെ നൽകിയിരിക്കുന്ന പരാതി ബ്ലാക്ക് മെയിലിംഗിനുള്ള ശ്രമമാണെന്ന് ബിനോയ് കോടിയേരി. പരാതി ഉന്നയിച്ച യുവതിയെ നേരത്തെ പരിചയമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. 6 മാസം മുൻപ് താൻ യുവതിയെ വിവാഹം ചെയ്തുവെന്ന് കാണിച്ച് തനിക്ക് നോട്ടീസ് അയച്ചിരുന്നു. 5 കോടി രൂപയാണ് അന്ന് യുവതി ആവശ്യപ്പെട്ടത്. സംഭവത്തിൽ കണ്ണൂർ റേഞ്ച് ഐജിക്ക് പരാതി നൽകിയിരുന്നുവെന്നും ബിനോയ് കോടിയേരി പ്രതികരിച്ചു. യുവതി ഉന്നയിച്ച പരാതി നിയമപരമായി നേരിടുമെന്നും ബിനോയ് വ്യക്തമാക്കി. ബിനോയ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്നാണ് ബീഹാർ സ്വദേശിനി മുംബൈയിൽ നൽകിയ പരാതിയിൽ പറയുന്നത്. പരാതിയിൽ അന്തേരിയിലെ ഓഷിവാര പോലീസ് കേസെടുത്തിട്ടുണ്ട്. കോഴിക്കോട് ചെറുവാടിയിൽ കോറിയിൽ മണ്ണിടിഞ്ഞ് വീണ് 2 മരണം. അപകടം ചെറുവാടിയിലാണ് സംഭവിച്ചത്. മലപ്പുറം ഓമന്നൂർ സ്വദേശി വിനു, ചെറുവാടി സ്വദേശി പുൽപ്പറമ്പിൽ അബ്ദുൾ റഹ്മാൻ എന്നിവരാണ് മരിച്ചത്. ചെങ്കൽ കോറിയിൽ മണ്ണ് നീക്കുന്നതിനിടെയായിരുന്നു അപകടം. രാവിലെ ജോലിക്കെത്തിയപ്പോഴാണ് അപകടം നടന്നത്. മണ്ണിനകത്ത് കുടുങ്ങിയ ഇവരെ പുറത്തെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് മുക്കം ചെറുവാടിയിലെ ചെങ്കൽ ക്വാറിയിലാണ് മണ്ണിടിഞ്ഞ് ദുരന്തം സംഭവിച്ചത്. മണ്ണിനടിയിൽപ്പെട്ട ചെങ്കൽ ക്വാറി തൊഴിലാളികളായ മലപ്പുറം ഒമാനൂർ സ്വദേശി ബിനു, ചെറുവാടി സ്വദേശി അബ്ദുറഹിമാൻ എന്നിവരെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് പുറത്തെടുത്തെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലൈസൻസ് റദ്ദാക്കിയതിനെ തുടർന്ന് ഫൈനടച്ച് ലൈസൻസ് പുതുക്കാനിരിക്കെ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ വരുന്ന സാഹചര്യത്തിൽ ക്വാറിയിലെ യന്ത്രോപകരണങ്ങൾ മാറ്റാനെത്തിയവരാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഫൈന് വന്നിരുന്നു ജിയോളജിൻ്റെ. അപ്പോൾ കുയ്യന് വണ്ടി മാറ്റി ഒഴിവാക്കാൻ വേണ്ടി വന്നതാ. അവൾ വിളിച്ചിട്ട് മാറ്റുകയാണ്. മെഷീൻ മാറ്റേണ്ട സമയത്താണ് ഉണ്ടായത്. ഞങ്ങൾ സ്ഥിരം പണിക്കാരാണ്. അതേസമയം ക്വാറിക്ക് നേരത്തെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതായി വില്ലേജ് ഓഫീസറും സാക്ഷ്യപ്പെടുത്തുന്നു. ഞങ്ങൾ കുറേ മുന്നേ ഇവിടെ അടിക്കുമ്പോൾ വന്നിട്ട് അയാളോട് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതാണ്. ഒന്നും അടിക്കില്ല. അപ്പോൾ അയാൾ വാഴ കൃഷിക്ക് ഉള്ളത് മണ്ണ് നികത്താണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. കുറച്ച് എന്തോ ആദ്യം അവർക്ക് പെർമിറ്റ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ഏരിയയ്ക്ക് കണക്കാക്കിയ ജിയോളജി കൊടുക്കുക. അത് അവർ അതിൻ്റെ സാധാരണ അതിൻ്റെ ഡബിളൊക്കെ കൊടുക്കുക. അവർ സാധാരണ ഉള്ളൊരു ഇതാണ്. പക്ഷെ നമ്മളെ ശ്രദ്ധയിൽപ്പെടുമ്പോൾ നമ്മൾ ജിയോളജീൻ്റെ കടലാസ് ഇല്ലെങ്കിലാണ് നമ്മൾ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുക. മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. കൈരളി ന്യൂസ്, കോഴിക്കോട്. ഫോണിൽ അശ്ലീല ചുവയോടെ സംസാരിച്ചെന്ന യുവതിയുടെ പരാതിയിൽ നടൻ വിനായകനെ അറസ്റ്റ് ചെയ്യുമെന്ന് അന്വേഷണ സംഘം. പരാതിക്കാരിയുടെ മൊഴി കഴിഞ്ഞ ദിവസം പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. നടൻ തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചതിന്റെ ഫോൺ റെക്കോർഡുകളും യുവതി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. കഴിഞ്ഞ ഏപ്രിൽ മാസം വയനാട്ടിൽ ദളിത് പെൺകുട്ടികൾക്കായി സംഘടിപ്പിച്ച ക്യാമ്പിലേക്ക് ക്ഷണിക്കുന്നതിനായി വിനായകനെ ഫോണിൽ വിളിച്ചപ്പോൾ ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത കൽപ്പറ്റ പോലീസ് സ്ത്രീയോട് മോശമായി സംസാരിച്ചുവെന്നതടക്കം 4 വകുപ്പുകളാണ് നടനെതിരെ ചുമത്തിയത്. കഴിഞ്ഞ ദിവസം യുവതിയുടെ വീട്ടിലെത്തി പോലീസ് മൊഴിയും രേഖപ്പെടുത്തി. കേട്ടാലറയ്ക്കുന്ന ഭാഷയിൽ വിനായകൻ തന്നോട് സംസാരിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. ഇതിന്റെ ഫോൺ രേഖകളും തെളിവായി അന്വേഷണ സംഘത്തിന് യുവതി നൽകി. ഈ തെളിവടക്കം പരിഗണിച്ച് നടനെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ തെളിവുകൾ സൈബർ സെൽ വഴിയും ശേഖരിക്കുന്നുണ്ട്. വിനായകനിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റത്തെക്കുറിച്ച് യുവതി ഫേസ്ബുക്കിൽ വെളിപ്പെടുത്തിയതും നേരത്തെ വിവാദമായിരുന്നു. കൈരളി ന്യൂസ്, വയനാട്. വാർത്തകളിലേക്ക് മടങ്ങിയെത്താം. രാജസ്ഥാനിൽ നിന്നുള്ള ഓം ബിർള ലോക്സഭാ സ്പീക്കറാവും. കോൺഗ്രസ് സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നില്ല. നാളെ ആണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളുമായി ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് ചേരുന്നു. സന്തോഷ്, അതായത് അവസാന നിമിഷം ഇപ്പോൾ നേരത്തെ ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം കോൺഗ്രസിൽ ഉടലെടുത്തിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് മത്സരിക്കേണ്ട, സ്പീക്കർ തെരഞ്ഞെടുപ്പ് മത്സരിക്കേണ്ട എന്നാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏകപക്ഷീയമായി സ്പീക്കറായി ഓം ബിർള തെരഞ്ഞെടുക്കപ്പെടും. ഈ സാഹചര്യത്തിൽ നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? സ്പീക്കർ സ്ഥാനത്തേക്ക് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് NDA നിർദ്ദേശിച്ചിരിക്കുന്ന ഓം ബിർള നാളെയോട് കൂടിയായിരിക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന സൂചന. എന്തായാലും കോൺഗ്രസ് ഇക്കാര്യത്തിൽ മത്സരിക്കുന്നില്ല. കാരണം NDAക്ക് പുറത്തു നിന്നിപ്പോൾ YSR കോൺഗ്രസും AIDMKയും
സ്പീക്കർ സ്ഥാനത്തേക്കുള്ള പിന്തുണ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും 400 അംഗങ്ങളുടെ പിന്തുണയോടുകൂടി സ്പീക്കർ സ്ഥാനത്ത് കയറും. അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് എതിർത്തുകൊണ്ട് UPA മത്സരിച്ചാൽ പോലും 90 അംഗങ്ങളിൽ കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യതയില്ല. അവിടെ മത്സരിക്കില്ല. പകരം ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിട്ട് അവിടെ ലോക്സഭാ കക്ഷി നേതാവിനെ തീരുമാനിച്ചിട്ടുണ്ട്. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള അദിർ ചൗധരിയാണ് ഇനി കോൺഗ്രസിനെ ലോക്സഭയിൽ നയിക്കുക. ഇക്കാര്യത്തിൽ നേരത്തെ വലിയ ആശയക്കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെയാണ് ഇക്കാര്യത്തിലൊരു തീരുമാനം കോൺഗ്രസ് എടുത്തിരിക്കുന്നത്. വൈകുന്നേരം സോണിയാഗാന്ധി പ്രതിപക്ഷ പാർട്ടികളുടെ യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. സന്തോഷ്, വിവരങ്ങൾ വ്യക്തമാണ്. കോൺഗ്രസ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന നിലപാടാണ് പുറത്തു വരുന്നത്. ഇത് ഔദ്യോഗികമായി കോൺഗ്രസ് തീരുമാനിച്ചു. ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ദില്ലിയിൽ നിന്ന് സന്തോഷ് സെർലിംഗ് നൽകിയത്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മുസഫർപൂർ സന്ദർശിച്ചു. പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് നിതീഷ് കുമാറിന്റെ സന്ദർശനം. 108 കുട്ടികളാണ് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മുസഫർപൂരിൽ മരിച്ചത്. 300ഓളം കുട്ടികളാണ് തീവ്ര പരിചരണ വിഭാഗത്തിൽ നിലവിൽ ചികിത്സയിലുള്ളത്. മരണസംഖ്യ ഉയരുന്നതോടെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധവും ശക്തമാണ്. 16 ദിവസങ്ങൾക്കിടയിലാണ് ബീഹാറിലെ മുസാഫർപൂരിൽ മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് 100-ലധികം കുട്ടികൾക്ക് ജീവൻ നഷ്ടമായത്. 300ഓളം കുട്ടികളാണ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. കടുത്ത ചൂടുകൊണ്ടുള്ള നിർജ്ജലീകരണവും രക്തത്തിൽ പഞ്ചസാരയുടെയും മറ്റ് ധാതുക്കളുടെയും അളവ് കുറയുന്നതുമാണ് മരണത്തിന് കാരണമെന്ന നിഗമനത്തിലാണ് ആരോഗ്യവകുപ്പ്. ശ്രീകൃഷ്ണ മെഡിക്കൽ കോളേജിലാണ് ഏറെ കുട്ടികളും മരിച്ചത്. മരണസംഖ്യ ഉയരുന്നതോടെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമായി. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി നിതീഷ് കുമാർ 16 ദിവസങ്ങൾക്ക് ശേഷം മുസാഫർപൂർ സന്ദർശിച്ചത്. മരിച്ച കുട്ടികളുടെ ബന്ധുക്കൾക്ക് 4 ലക്ഷം രൂപ ധനസഹായം ബീഹാർ സർക്കാർ പ്രഖ്യാപിച്ചു. അതേസമയം രോഗത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രതിരോധ പ്രവർത്തനം നേരിടുന്ന വെല്ലുവിളി. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം വിദഗ്ധ സംഘത്തെ ബീഹാറിലേക്ക് അയച്ചിട്ടുണ്ട്. അതിനിടയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്ര സർക്കാരിനും ബീഹാർ സർക്കാരിനും വിഷയത്തിൽ നോട്ടീസ് അയച്ചു. സംസ്ഥാനത്ത് കനത്ത ചൂടിനെ തുടർന്ന് ഇതുവരെ മരിച്ചത് 70 പേരാണ്. കൈരളി ന്യൂസ്, ദില്ലി. ഡോക്ടർമാർക്ക് സുരക്ഷ ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരമായി ഉത്തരവിറക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതി. ദീപക് ഗുപ്ത അധ്യക്ഷനായ അവധിക്കാല ബെഞ്ചാണ് അടിയന്തരമായി ഉത്തരവിറക്കേണ്ട സാഹചര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടിയത്. അവധിക്ക് ശേഷം ഉചിതമായ ബെഞ്ചിൽ വീണ്ടും ഹർജി നൽകാനും നിർദ്ദേശം. പശ്ചിമബംഗാളിൽ ജൂനിയർ ഡോക്ടറെ രോഗികളുടെ ബന്ധുക്കൾ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത്. കഴിഞ്ഞ ദിവസം ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ ബംഗാൾ സർക്കാർ അംഗീകരിച്ചതോടെ ഡോക്ടർമാർ നടത്തി വന്നിരുന്ന സമരം അവസാനിപ്പിച്ചിരുന്നു. ഗുജറാത്തിൽ ഒഴിവുവന്ന 2 രാജ്യസഭാ സീറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വ്യത്യസ്ത ദിവസങ്ങളിൽ നടത്താനുള്ള തീരുമാനത്തിനെതിരായ ഹർജി സുപ്രീം കോടതിയിൽ നാളെ പരിഗണിക്കും. അമിത്ഷായുടെയും സ്മൃതി ഇറാനിയുടെയും ഒഴിവിലേക്കാണ് ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് പരേഷ് ഭായ് ധനാനിയാണ് ഹർജി നൽകിയത്. നേരത്തെ തന്നെ വ്യത്യസ്ത തീയതികളിൽ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിനെതിരെ കോൺഗ്രസ് രംഗത്ത് വന്നിരുന്നു. പോലീസുകാരുടെ പോസ്റ്റൽ ബാലറ്റിൽ തിരിമറി നടത്തിയെന്ന ആരോപണം സംബന്ധിച്ച് നിലവിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരട്ടെയെന്ന് ഹൈക്കോടതി. മറ്റൊരു ഏജൻസിയെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രമേശ് ചെന്നിത്തല സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നടപടി. അന്വേഷണവുമായി സഹകരിക്കാൻ ജില്ലാ വരണാധികാരികൾക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം തുടരട്ടെയെന്ന് കോടതി വ്യക്തമാക്കിയത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണവുമായി അന്വേഷണ സംഘത്തിന് മുന്നോട്ട് പോകാമെന്നും കോടതി വ്യക്തമാക്കി. 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് വീണ്ടും പരിഗണിക്കും. തൊടുപുഴയിൽ അമ്മയുടെ കാമുകന്റെ മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ട 7 വയസ്സുകാരന്റെ സഹോദരന്റെ സംരക്ഷണം 2 മാസത്തേക്ക് കൂടി പിതാവിന്റെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. ഇത് സംബന്ധിച്ച ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉത്തരവ് പുറത്തിറക്കി. കുട്ടിയുടെ അമ്മയുടെ മാതാവ് സമർപ്പിച്ച ഹേബിയസ് കോർപ്പസ് ഹർജിയെ തുടർന്ന് കുട്ടിയെ പിതാവിന്റെ ബന്ധുക്കൾ CWC ഇടുക്കി ഓഫീസിൽ ഹാജരാക്കി. 4 വയസ്സുകാരന്റെ ഭാവിയിൽ ആശങ്ക പ്രകടിപ്പിച്ച് കുട്ടിയെ വിട്ടുകെട്ടണമെന്ന് ആവശ്യപ്പെട്ടതോടെ 1 മാസത്തേക്ക് പിതാവിന്റെ വീട്ടുകാർക്കായിരുന്നു കുട്ടിയുടെ സംരക്ഷണം. സമയപരിധി കഴിഞ്ഞിട്ടും കുട്ടിയെ തിരിച്ചെത്തിക്കാത്തതിനാൽ അമ്മയുടെ മാതാവ് ഹൈക്കോടതിയിൽ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു. ഇതോടെ പിതാവിന്റെ ബന്ധുക്കൾ കുട്ടിയെ ഇടുക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഓഫീസിൽ ഹാജരാക്കുകയായിരുന്നു. സിറ്റിംഗിന് ശേഷം 2 മാസത്തേക്ക് കൂടി പിതാവിന്റെ ബന്ധുക്കൾക്കൊപ്പം വിടാൻ CWC ചെയർമാൻ പ്രൊഫസർ ജോസഫ് അഗസ്റ്റിൻ നിർദ്ദേശം നൽകി. കുട്ടിയുടെ സംരക്ഷണം 2 മാസത്തേക്ക് കൂടി തിരുവനന്തപുരത്തുള്ള മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. ഹേബിയസ് കോർപ്പസ് ഹർജിയിൽ കുട്ടിയുടെ മാതാവിൻ്റെ മാതാവ് മുത്തശ്ശി കോടതിയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ കുട്ടി വേണ്ടത്ര സന്തോഷവാനല്ല. കുട്ടി
കുട്ടിയുടെ സംരക്ഷണം ശരിയല്ല എന്നൊക്കെയായിരുന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് വിലയിരുത്തുന്നതിന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി തിരുവനന്തപുരത്തുള്ള കുട്ടിയുടെ ഭവനം സന്ദർശിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ വഴിയുള്ള മുത്തശ്ശിക്ക് കുട്ടിയെ ഫോണിൽ പകൽ സമയത്ത് സംസാരിക്കുന്നതിനും മാസത്തിലൊരിക്കൽ നേരിൽ കാണുന്നതിനും CWC ചെയർമാൻ അനുമതി നൽകി. ഓഗസ്റ്റ് 17 കുട്ടിയെ വീണ്ടും CWC ഇടുക്കി ഓഫീസിൽ ഹാജരാക്കാൻ പിതാവിന്റെ ബന്ധുക്കളോട് ചെയർമാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, ഇടുക്കി.